ഇവിടെ സ്പെഷ്യൽ ആയിട്ടെന്നുള്ളത് വേറെ കാളാഞ്ചി, വരാലി, ചെമ്മീൻ, ബീഫ്, കൊഴുവാപ്പീര, കൊഴുവാപ്പ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഹോട്ടൽ പാളയത്തിലാണുള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചേർത്തലയിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മുടെ ചെങ്ങണ്ടപ്പാലം കയറുന്നതിന് മുന്നേ ആയിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് റോഡുണ്ട്. അവിടെ ഒരു വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ഹോട്ടൽ പാളയത്തിൽ നിന്നും പറഞ്ഞുകൊണ്ട്. ആ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ തന്നെ രണ്ടാമത്തെ ഷോപ്പ്, അതായത് ആദ്യത്തെ ഒരു പലചരക്കടയാണ്, രണ്ടാമത്തെ ഷോപ്പാണ് ഈ ഹോട്ടൽ പാളയത്തിൽ. അപ്പോൾ അരൂക്കുറ്റി ചേർത്തല റോഡാണത്. അരൂക്കുറ്റി പൂച്ചാക്കൽ ചേർത്തല റോഡ്. നിങ്ങൾ അരൂക്കുറ്റി നിന്നാണ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് റൈറ്റിലോട്ട് ഈ റോഡ്, അവിടെയും ഒരു ഫ്ലെക്സ് തന്നെ വെച്ചിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ മീൽസാണ് ട്രൈ ചെയ്യുന്നത്. അവിടെ മീൽസ്, കപ്പ ഒക്കെ ഉണ്ട്. എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസാണ്. ഇത്രയും കറിയായിട്ടുള്ള ഒരു മീൽസിന് 70 രൂപയെ വരുന്നുള്ളൂ. അതായത് കറികൾ അവിയലുണ്ട്, ഒരു ക്യാബേജ് തോരൻ, പിന്നെ ഇഞ്ചി അച്ചാർ, കക്ക തോരൻ പോലെ വെച്ചത്, 2 മീൻ വറുത്തത്, പിന്നെ പുളിശ്ശേരി, പച്ചമോര്, പിന്നെ നല്ലൊരു മീൻ കറി, ഗ്രേവി പോലെ മീൻ കറി, പിന്നെ സാമ്പാർ. ഇത്രയും കൂടി 70 രൂപയാണ് ആവുന്നത്. നല്ലൊരു അഫോർഡബിൾ പ്രൈസ്. കാരണം നമ്മൾ ഹോംലി ഫീലാണ്, നല്ലൊരു ഹോംലി ടേസ്റ്റാണ്. ഭയങ്കര ഹെവിലി ഫീലൊന്നുമില്ല. ഞങ്ങൾ അവിടെ കുറേ സ്പെഷ്യൽസ് ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു കാളാഞ്ചിയുടെ തലക്കറി പറഞ്ഞിട്ടുണ്ട്, അത് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ കൊഴുവ ഫ്രൈ വാങ്ങിച്ചു. പിന്നെ ഒരു ചെമ്മീൻ തവ ഫ്രൈ അല്ല, ചെമ്മീൻ റോസ്റ്റ് പോലെ എടുത്തത്, പിന്നെ ഒരു ബീഫ് റോസ്റ്റ്. ഇത്രയും സാധനമാണ് വാങ്ങിച്ചത്. ഇതൊക്കെ ഹാഫ് പ്ലേറ്റ് കിട്ടും കേട്ടോ, ഹാഫ് പോർഷൻ കിട്ടും, ഫുൾ പോർഷൻ മാത്രമല്ല. ഇതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം പെർഫെക്റ്റ്ലി കുക്ക്ഡുമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ സീ ഫുഡൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റിലും, അതായത് ഷാപ്പ് ഫുഡ്, ഹോംലി മീൽസ്, അവിടെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ എത്ര കറികളാണെങ്കിൽ പോലും ഒരു 100 കൂടി വന്നാൽ ഒരു 100, 120 ആ ഒരു റേഞ്ച് ആയിരിക്കും. 70 ആണെങ്കിൽ പോലും ഇത്രയും കറികളൊന്നും ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു തലക്കറിക്കായത് വെറും 250 രൂപയാണ്. ഞങ്ങൾ 2 സ്ഥലത്ത് ഞാൻ ഓർക്കുന്നുണ്ട് 600, 700 ആ ഒരു റേഞ്ചാണ് നമുക്ക് തലക്കറിക്കൊക്കെ വന്നത്. ഈ ഒരു തലക്കറിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു, നല്ല വലുതല്ലെങ്കിൽ പോലും അത്യാവശ്യം ഉണ്ടായിരുന്നു. അതിന് 250 ആയത്. പിന്നെ ഇത്രയും ഒരു പ്ലേറ്റിൽ കായൽ കൊഴുവ, അത് നല്ല ക്രിസ്പാണ്. നമുക്ക് സ്റ്റാർട്ടർ പോലെയൊക്കെ നമ്മൾ വെറുതെ കഴിച്ചു പോയിരുന്നുണ്ട്. അത് നല്ല ടേസ്റ്റായിരുന്നു. ആ ഒരു പ്ലേറ്റിന് 70 രൂപ ആയതുകൊണ്ടോ നല്ല ടേസ്റ്റാണ്. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങൾ ചെമ്മീൻ, ഞാൻ പറഞ്ഞില്ലേ, റോസ്റ്റ് വാങ്ങിച്ചു. അതൊക്കെ ഞങ്ങൾ ചെമ്മീനും ബീഫും ഞങ്ങൾ ഹാഫ് പോർഷനാണ് വാങ്ങിച്ചത്. അങ്ങനെ കിട്ടുന്നത് നല്ലൊരു ഐഡിയ ആണ്. കാരണം നമ്മൾ ഫുൾ പോർഷൻ വാങ്ങിച്ചിട്ട് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇത്രയൊക്കെയാണ് ടേസ്റ്റ് ചെയ്ത്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാ കടകളിലും സീ ഫുഡൊക്കെ കിട്ടുന്ന കടകളിൽ പോയാലേ മറ്റേ നമ്മുടെ ഗ്രേവിക്കൊക്കെ, എല്ലാ ഗ്രേവിക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കും. അതിൽ മീൻ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. തലക്കറിയുടെ ഗ്രേവിക്കും പിന്നെ നമ്മുടെ കൂടെ ഊണിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതിനൊക്കെ രണ്ടിനും 2 ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ ഫുഡൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. കാരണം ഭയങ്കര കളറില്ല. കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ പോലും നല്ല കളറില്ല. അതായത് നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഹെവിലി ഫീലായിരിക്കും ഈ എണ്ണയുടെ അതൊക്കെ. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ചേച്ചിമാരാണ് ഊണൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. അവർ ചേച്ചിമാരാണ് ഊണൊക്കെ വിളമ്പുന്നത്. ആ ഒരു വീടിനോട് ചേർന്ന് തന്നെ ഒരിത്, ഭയങ്കര AC റൂം അല്ലെങ്കിൽ ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള ടേബിൾ, ചെയർ, അതൊന്നും പ്രതീക്ഷിച്ച് വരണ്ട. കാരണം അവിടെ അങ്ങനെയല്ല. നമ്മുടെ സാധാരണ നാടൻ അതുപോലത്തെ ഒരു ഏരിയയാണ്. അതുപോലെ നമ്മൾ പ്രതീക്ഷിച്ച് വന്നാൽ മതി. ഞങ്ങളൊരു 2-2:30, അവിടെ 12:30 മുതലേ ഊണുള്ളൂ, 12:30 to 4:30. പക്ഷേ അതിന് മുമ്പൊക്കെ തീരും. ഞങ്ങളൊരു 2:30 ആയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു അവിടെ. ഈ പൂച്ചാക്കൽ അരൂക്കുറ്റി റോഡായതുകൊണ്ട് ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് വണ്ടികളൊക്കെ കൂടുതലും ഇതിലെ വഴി പോകുന്നത്. അപ്പോൾ അതിൻ്റെ തിരക്ക്. പിന്നെ അവിടെ പണികൾ ചെയ്യുന്ന അവർ വന്ന് കഴിക്കും. 70 രൂപയല്ലേ ഉള്ളൂ. അങ്ങനെ നല്ല അടിപൊളി ഊണായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം തീർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ റൂട്ട് വഴി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഇവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കൂടെ സബ്സ്ക്രൈബ് കൂടി.